എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കോട്ടയം തിരുനക്കര മൈതാനത്ത് ആളും ആരവുമെല്ലാം നിറഞ്ഞൊരു ദിനം. അച്ഛൻ ടി ദാമോദരന്റെ കൈകൾ പിടിച്ച് മൈതാനത്ത് എത്തിയതായിരുന്നു ആ കൊച്ചു പെൺകുട്ടി. ഇരുവരുടെയും ഉദ്ദേശം സുബ്ബലക്ഷ്മിയുടെ സംഗീത പരിപാടി ആസ്വദിക്കുക എന്നതായിരുന്നു. ആസ്വദിക്കുക മാത്രമല്ല, സുബ്ബലക്ഷ്മിയുടെ ശബ്ദവും സംഗീതത്തിന്റെ ഒഴുക്കുമെല്ലാം ആ പെൺകുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞെന്ന് പറയാം. സംഗീതത്തോടുള്ള ആദ്യ കൊതി പൊന്നമ്മയ്ക്കുണ്ടായത് അന്നായിരുന്നില്ല. ഇതിനൊക്കെ മുൻപ് അച്ഛനോടൊപ്പം കച്ചേരി കാണാൻ പോയ മറ്റൊരു നാളിൽ ഹാർമോണിയം വേണമെന്ന് വാശി പിടിച്ചൊരു പൊന്നമ്മയുണ്ടായിരുന്നു. അന്ന് ടി ദാമോദരന് അത് വാങ്ങിക്കൊടുക്കാനായില്ല. പക്ഷെ പിന്നീട് മകളുടെ ആഗ്രഹം അയാൾ സാധിച്ചു കൊടുത്തു. മുഖത്ത് ചായപ്പൊടികൾ തൊടും മുൻപ് സംഗീതമായിരുന്നു പൊന്നമ്മയ്ക്കെല്ലാം. ആദ്യം ലക്ഷ്യം സുബ്ബലക്ഷ്മിയുടെ പാതയും. 5ാം വയസ്സിലാണ് പൊന്നമ്മ സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് LPR വർമ്മയുടെ കീഴിൽ കുറച്ചുകാലം വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും തേച്ചുമിനുക്കി ശബ്ദം. സുബ്ബലക്ഷ്മിയുടെ ജീവിതം സ്വപ്നം കണ്ട പൊന്നമ്മയുടെ ആദ്യ ചുവട് അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിലൂടെയായിരുന്നു. ദേവരാജൻ മാഷും തോപ്പിൽ ബാസിയും കൈപിടിച്ചുയർത്തിയ നാടക ജീവിതമായിരുന്നു പൊന്നമ്മയുടേത്. 14ാം വയസ്സിലാണ് ആദ്യ ഗാനം പാടിയത്. തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത KPSCയുടെ മൂലധനം എന്ന നാടകത്തിൽ പാടാനെത്തിയ ദിനമാണ് പൊന്നമ്മയുടെ സംഗീത ജീവിതം അഭിനയ ജീവിതത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. അന്ന് നാടകത്തിൽ അഭിനയിക്കാനുള്ള നടിയുടെ അഭാവത്തിലാണ് പൊന്നമ്മ ആദ്യമായി തട്ടിൽ കയറുന്നത്. അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു കരഞ്ഞിരുന്ന പൊന്നമ്മ. പക്ഷെ തോപ്പിൽ ബാസിയുടെ ഇടപെടലിൽ പൊന്നമ്മയുടെ മുഖത്ത് ആദ്യ ചായം തൊട്ടു. പക്ഷെ അഭിനയത്തിൽ ഒതുക്കപ്പെട്ടിരുന്നില്ല ആദ്യകാലം. തീർത്ഥയാത്ര എന്ന സിനിമയിലെ അംബികേ ജഗദംബികെ എന്ന ഭക്തിഗാനമാണ് കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമാ ഗാനം. നാടകത്തിലും സിനിമയിലുമായി 12ഓളം ഗാനങ്ങൾ പൊന്നമ്മ പാടി. കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഡോക്ടർ എന്ന നാടകത്തിൽ പൊന്നമ്മ പാടിയ പൂക്കാര പൂക്കാര എന്ന പാട്ട് ഏറെ ജനപ്രിയമായിരുന്നു. ജനനി, ജന്മഭൂമി, ആൾത്താര എന്നീ നാടകങ്ങളിലും പാടുകയും അഭിനയിക്കുകയും ചെയ്തു. 17ാം വയസ്സിൽ മണ്ടോദരിയിൽ തുടങ്ങിയതാണ്. ആദ്യ ടേക്കിൽ തന്നെ GK രാമു എന്ന സംവിധായകൻ പൊന്നമ്മയുടെ ഭാവങ്ങളിൽ സംതൃപ്തനായിരുന്നു. അവിടെ ജനിച്ചു പൊന്നമ്മയെന്ന അഭിനേത്രി. പിന്നീട് മലയാള സിനിമയിൽ പൊന്നമ്മയ്ക്കായി തന്നെ കഥാപാത്രങ്ങൾ ജനിക്കുകയായിരുന്നു. അനശ്വരമാക്കിയ എത്രയെത്ര കഥാപാത്രങ്ങൾ. വാത്സല്യവും തനിയാവർത്തനവും, ഹിസ് ഹൈനസ് അബ്ദുള്ളയും, കിരീടവും, തേന്മാവിൻ കൊമ്പത്തും, വടക്കുനാഥനും ഒക്കെ മലയാളിക്ക് സമ്മാനിച്ചത് അവർക്ക് ചുറ്റുമുള്ള അമ്മമാരെ തന്നെയായിരുന്നു. സംഗീതത്തോടുള്ള പ്രണയം അഭിനയത്തോടുള്ള അഭിനിവേശമായി മാറുകയായിരുന്നെന്ന് പറയാം. തമിഴ് സൂപ്പർ സ്റ്റാറായിരുന്ന ശിവാജി ഗണേശനു പോലും ഡേറ്റ് നൽകാനില്ലായിരുന്ന ഒരു കാലം പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നു. സുബ്ബലക്ഷ്മിയാകാൻ കൊതിച്ച കൗമാരക്കാരിയുടെ അഭിനയം കണ്ടു കൊതിച്ചും കണ്ണീരണിഞ്ഞും ചിരിച്ചും മലയാളി പ്രേക്ഷകർ എത്ര തവണ തിയേറ്ററിന്റെ വാതിലുകൾ തുറന്നിറങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊരു നിമിഷമില്ലെന്ന യാഥാർത്ഥ്യവും അതേ മലയാളിയെ തേടിയെത്തിയിരിക്കുന്നു. വട്ടപ്പൊട്ടും നിറപുഞ്ചിരിയുമായൊരു പൊന്നമ്മക്കാലം അവസാനിച്ചിരിക്കുന്നു. ദുഃഖത്തോടെ അത് നമുക്ക് മനസ്സിലാക്കാം.